ഡൊമസ്റ്റിക് റൂളിൻ്റെ അണ്ടറിലാണ് കുറച്ച് നാളുകളായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു കോള് വന്നത്. കോള് വേറെ ഒന്നുമല്ല, മുൻപ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഏജൻസിയിൽ നിന്നാണ് എനിക്ക് കോള് വന്നത്. എമർജൻസി ആയിട്ടൊരു മൾട്ടിപ്പിൾ ട്രിപ്പ് എടുക്കാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ യാർഡിലെത്തി. വണ്ടിയുടെ കീയൊക്കെ എനിക്ക് കിട്ടി. വണ്ടി സ്കാനിയയുടെ XT എന്ന് പറഞ്ഞ മോഡലാണ്. 1 വർഷം പോലും പഴക്കമില്ല, പുതിയ വണ്ടിയാണ്. പിന്നെ ത്രിബിൾ ആക്സിൽ റിജിഡ് ബോഡിയാണ് വണ്ടി. അങ്ങനെ വാക്കറോൺ ചെക്ക് എല്ലാം കഴിഞ്ഞ് വണ്ടി എടുത്ത് യാത്ര തുടർന്നു. ഓൾറെഡി ഇന്നലെ തന്നെ ലോഡ് കയറ്റി ബെൽറ്റ് എല്ലാം ഇട്ട് ടൈ ചെയ്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പണി ഇത്തിരി കുറവായിരുന്നു. ഫസ്റ്റ് ലോഡ് മെറ്റലും സാൻഡുമാണ്. അത് പ്രൈവറ്റ് ഒരാളുടെ വീട്ടിലേക്കുള്ള ലോഡാണ്. അത് ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കേണ്ട ലോഡാണ്. ക്രെയിൻ വണ്ടിയിൽ തന്നെ ഫിറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ ക്രെയിനാണ്. പക്ഷേ അതിൻ്റെ ട്രെയിനിങ് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കമ്പനിയിൽ തന്നെ ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ എൻ്റെ കൂടെ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ സേഫായിട്ട് എത്തി. സേഫ്റ്റി നോക്കി വണ്ടി വീടിനോട് ചേർന്നൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് കസ്റ്റമർ പറയുന്ന പോലെ കസ്റ്റമർക്ക് ഏതൊക്കെ എവിടെയാണ് വേണ്ടതെന്നുള്ള സാൻഡും മെറ്റിലും രണ്ട് സ്ഥലത്തായിട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫ് കൃത്യമായിട്ട് പറഞ്ഞ സ്ഥലങ്ങളിൽ ലോഡ് അൺലോഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ഇതുപോലെ നമ്മുടെ വീട്ടിൽ മെറ്റീരിയൽ ഇറക്കിയ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് 1-2 ചാക്ക് ബാലൻസ് വന്നാൽ അത് റിട്ടേൺ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ലോഡെല്ലാം അൺലോഡ് ചെയ്ത് ബെൽറ്റുകളെല്ലാം സേഫായിട്ട് മടക്കി വെച്ച് ഹെൽപ്പർക്ക് ബായും പറഞ്ഞ് പോന്നു. അങ്ങനെ സേഫായിട്ട് യാർഡിൽ തിരിച്ചെത്തി. ഞാൻ ബ്രേക്ക് എടുക്കേണ്ട സമയമായി. അങ്ങനെ ഞാൻ ടാക്കോയിൽ എൻ്റെ ബ്രേക്ക് ഇട്ടു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബർഗർ ഞാൻ എടുത്ത് കഴിച്ചു. ഈ സമയം കൊണ്ട് ഫോർക്ക് ലിഫ്റ്റുകാരൻ എൻ്റെ അടുത്ത ലോഡിനുള്ള മെറ്റീരിയൽ വണ്ടിയിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമുക്ക് വന്ന മൾട്ടിപ്പിൾ ഡ്രോപ്പാണ്. അപ്പോൾ 3 സ്ഥലങ്ങളിലാണ് നമുക്ക് ലോഡ് അൺലോഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് എവിടെ അൺലോഡ് ചെയ്യണം, സെക്കൻഡ് എവിടെ അൺലോഡ് ചെയ്യണമെന്ന് ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ ബെൽറ്റ് സ്ട്രോങ് അല്ലേന്ന് ഞാൻ ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. വേറെ ഒന്നുമല്ല, പല വുഡും പല സൈസ് ആയതുകൊണ്ട് തന്നെ ബെൽറ്റ് ഇടുമ്പോഴും ടൈറ്റ് ചെയ്യുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ റോട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വുഡ് പീസ് തെറിച്ച് പോയി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഡ്രൈവർക്കായിരിക്കും. അതുകൊണ്ട് 1-2 വട്ടം ബെൽറ്റും കാര്യങ്ങളും വണ്ടിയും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, നന്നായിരിക്കും. അതിനുശേഷം നമ്മൾ വണ്ടി എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എൻ്റെ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ ലൊക്കേഷൻ ഇട്ട് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വെയ്സ് ആപ്പിലാണ് ലൊക്കേഷൻ ഇട്ടേക്കണേ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെയ്സ് ആപ്പിലാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേ കാണിക്കുന്നത്. വെയ്സ് ആപ്പ് പോലുള്ള നാവിഗേഷൻ ഇട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം പല വഴികളും വെയിറ്റ് ആൻഡ് ഹൈറ്റ് റിസ്ട്രിക്ഷൻ ഉള്ളതായിരിക്കും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വെയ്സ് ആപ്പിനകത്ത് ഒരു റൈറ്റ് ടേൺ കാണിച്ചു. പക്ഷെ ഞാൻ റോട്ടിലെ സൈൻ ബോർഡ് നോക്കിയപ്പോൾ അവിടെ വെയിറ്റ് റിസ്ട്രിക്ഷൻ ഉള്ള വഴിയാണ്. സോ നമുക്കതിൽ പോകാൻ കഴിയില്ല. സോ അത് ഞാൻ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോയി. വീണ്ടും അടുത്ത റൈറ്റ് ടേൺ കാണിച്ചു. അതും ഇതുപോലെ തന്നെ വെയിറ്റ് റിസ്ട്രിക്ഷൻ ഉള്ള വഴിയാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വെയ്സ് ആപ്പ് പോലത്തെ നാവിഗേഷൻ ഉപയോഗിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇനിയും വെയ്സ് ആപ്പിനെ നമ്പി പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കി. ഇനി ട്രക്കിൻ്റെ നാവിഗേഷൻ വെച്ച് പോകുന്നതാണ് സേഫ് എന്ന് എനിക്ക് തോന്നി. ഞാൻ യൂസ് ചെയ്യുന്നത് ടോമിൻ്റെ ഗോ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ വേർഷനാണ്. ഇത് ട്രക്കിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സാറ്റ് നാവിഗേഷൻ ആണ്. ഇതിന് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇതിൻ്റെ സൈസ് അനുസരിച്ച് ഇതിൻ്റെ വില അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. ഇതിന് ഏകദേശം ഒരു 400-450 പൗണ്ടിൻ്റെ അടുത്താണ് വന്നത്. ഇന്ത്യൻ മണിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ 40,000-45,000 രൂപ അടുത്താണ് ഈ സാറ്റ് നാവിഗേഷൻ വന്നത്. ഇതിനകത്ത് നമ്മുടെ വണ്ടിയുടെ ഹൈറ്റും വെയിറ്റും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയ വഴികൾ മാത്രമാണ് ഇതിനകത്ത് കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പേടിക്കാതെ ട്രാവൽ ചെയ്യാം. സോ നിങ്ങളൊരു ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ മസ്റ്റായിട്ടും ട്രക്കിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സാറ്റ് നാവിഗേഷൻ നിങ്ങൾ എന്തായാലും വാങ്ങേണ്ടതാണ്. സോ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മുന്നിൽ ഒരു സൈക്ലിസ്റ്റിനെ കണ്ടു. നമ്മളൊരു സൈക്ലിസ്റ്റിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മിററിൽ നോക്കി നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം സേഫായിട്ട് അയാളെ പാസ് ചെയ്ത് പോകുന്നു എന്ന്. കാരണം ട്രക്ക് പോലുള്ള വലിയ വാഹനങ്ങൾ സൈക്ലിസ്റ്റിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാറ്റ് മൂലം സൈക്ലിസ്റ്റ് മറിഞ്ഞു വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ എൻ്റെ ഡ്രോപ്പ് ഓഫിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. അങ്ങനെ ഓഫീസിൽ പോയി സംസാരിച്ചു. ഫോർക്ക് ലിഫ്റ്റ് മാനെ ഫൈൻഡ് ചെയ്തു. ഫോർക്ക് ലിഫ്റ്റ് മാൻ പറഞ്ഞ പ്രകാരം ഞാൻ വണ്ടി ഒരു സേഫ് സോണിലേക്ക് ഒതുക്കി നിർത്തി ബെൽറ്റെല്ലാം റിമൂവ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഇറക്കേണ്ട ലോഡ് ഇത് തന്നെയല്ലേ എന്ന് ഞാൻ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തു. കാരണം ഓരോ ലോഡ് കറക്റ്റ് സ്ഥലങ്ങളിൽ ഡെലിവറി ചെയ്യേണ്ടത് ഡ്രൈവറിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഫോർക്ക് ലിഫ്റ്റുകാരൻ അവിടെ ഇറക്കാനുള്ള ലോഡ് പെട്ടെന്ന് തന്നെ അൺലോഡ് ചെയ്ത് തന്നു. അങ്ങനെ അവിടുത്തെ അൺലോഡിങ് കഴിഞ്ഞ് ഞാൻ എൻ്റെ പേപ്പർ വർക്ക് ഫിനിഷ് ചെയ്തു. അങ്ങനെ ബാലൻസ് ഉള്ള ലോഡ് ബെൽറ്റിട്ട് സെക്യൂർഡ് ആക്കിയതിന് ശേഷം ഞാൻ എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇറങ്ങി. ഇനി എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടുന്ന് 2 മണിക്കൂർ ദൂരത്തിലുള്ളൊരു സ്ഥലമാണ്. നമ്മളൊരു ഏജൻസി ഷിഫ്റ്റ് എടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമുക്ക് ആരും ഉണ്ടാവില്ല. രാവിലെ ചെല്ലുമ്പോൾ വണ്ടിയുടെ താക്കോലും ലോഡിനെ പറ്റിയുള്ള പേപ്പർ വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അറിഞ്ഞു കണ്ട് ചെയ്യേണ്ടി വരും. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോണ വഴിക്ക് റൂട്ടിലോ അതല്ലെങ്കിൽ ലോഡിലോ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു കോൺടാക്ട് നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല.
അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഫോർക്ക് ലിഫ്റ്റുകാരൻ വന്ന് ഫോർക്ക് ലിഫ്റ്റിന് ലോഡ് അൺലോഡ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ എൻ്റെ ഫൈനൽ ലോഡും അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ലോഡ് സെക്യൂർഡ് ആക്കാൻ ഉപയോഗിച്ച ബെൽറ്റെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി കറക്റ്റായിട്ട് മടക്കി വണ്ടിയുടെ സൈഡിലെ ബോക്സിൽ ഞാനത് ഭദ്രമായിട്ട് എടുത്തു വെച്ച് ലോക്ക് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏജൻസി പോകുമ്പോഴുള്ളൊരു പ്രശ്നങ്ങളിലൊന്നാണിത്. നമ്മൾ ബെൽറ്റ് ഇതുപോലെ മടക്കിയെടുത്ത് സൈഡ് ബോക്സിൽ വെക്കണമെന്നൊന്നും ആരും പറഞ്ഞു തരാൻ നമുക്കുണ്ടാവില്ല. പക്ഷേ ഇത് നമ്മൾ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കാൻ ആളുണ്ടാവും. അതുപോലെ തന്നെ ലോഡിന് സപ്പോർട്ടിന് വേണ്ടി അടിയിൽ വെച്ചിരുന്ന വുഡ് പീസസ് എല്ലാം പറക്കി സൈഡ് ബോക്സിലിട്ട് ലോക്ക് ചെയ്തു. ഫൈനലി അങ്ങനെ നമ്മുടെ എല്ലാ ലോഡും അൺലോഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്ത് ഞാൻ ഭദ്രമായിട്ട് എടുത്തു വെച്ചു. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് UK വളരെയധികം ബ്യൂട്ടിഫുള്ളായ ഗ്രാമപ്രദേശങ്ങളിൽ ഒന്നിലൂടെയാണ്. UK ഒരു ഏജൻസി ഷിഫ്റ്റ് എടുക്കുമ്പോൾ നമ്മളൊരു ഡേ ഏകദേശം ഇതുപോലെയൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.